ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്ന് ചലച്ചിത്ര പ്രവർത്തക ബീന പോൾ ന്യൂസ് 18നോട്. ഇതിനായി ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചന നടത്തും. സ്ത്രീകൾക്ക് അംഗീകാരത്തോടെ ജോലിയെടുക്കാൻ കഴിയണം. റിപ്പോർട്ട് സിനിമാ മേഖല പോസിറ്റീവായി ഉൾക്കൊള്ളണമെന്നും നടന്നത് യുദ്ധമല്ലെന്നും ബീന പോൾ. WCCയിലുള്ള ആരും ചതിച്ചിട്ടില്ലെന്നും ഓരോരുത്തരും അവരുടെ അനുഭവമാണ് പറഞ്ഞതെന്നും ബീന പോൾ ന്യൂസ് 18നോട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് WCC തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ ഏതാണ്ട് 2:30 തന്നെ ഒരു സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരുന്നു. നിങ്ങളുടെ ഒരു സന്തോഷം പുറത്തു വന്നിരുന്നു. വലിയൊരു സന്തോഷമാണ്. സന്തോഷമുണ്ട്. ഞങ്ങൾ എത്ര വർഷമായിട്ട് ഞങ്ങൾ ആദ്യം ഫോം ചെയ്ത സമയത്ത് തന്നെ ഓണറബിൾ ചീഫ് മിനിസ്റ്ററുടെ അടുത്ത് പോയി ഇങ്ങനെ ഒരു കമ്മിറ്റി വേണം. കാര്യം ഒരുപാട് റൂമേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ആരും ഇത് പഠിച്ചിട്ടില്ല. ഇതാണ് ആദ്യത്തെ ഒരു റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്സ്. സ്ത്രീകൾ തന്നെ സംസാരിച്ചിരിക്കുന്ന, പുരുഷങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫാക്ച്വൽ ബേസിസ് ആണ് ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇത് ഞങ്ങൾ പറയുന്ന വെറും ഒരു ഹിയർസേ അല്ലെങ്കിൽ റൂമേഴ്സ് അല്ല, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കും. കുറേ വെല്ലുവിളികൾ ഉണ്ടായിരുന്നത് പുറത്തു വരാൻ, അത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഉറപ്പായിട്ട് ഇതിൻ്റെ ഒരു എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു. ആദ്യം മുതൽ WCC പറയുന്നു നമുക്ക് ഈ ഫൈൻഡിങ്സ് മതി, നമുക്ക് പേരുകൾ വേണ്ട, നമുക്ക് ആരെന്ത് ചെയ്തു എന്നല്ലേ അറിയേണ്ടത്, ഇതൊക്കെ എന്തോ നടക്കുന്നതെന്ന് നമുക്കറിയണം. അതുകൊണ്ട് റെക്കമെൻഡേഷൻസ് മാത്രം പോരാ, നമുക്ക് ഫൈൻഡിങ്സ് വേണം. ഈ കമ്മിറ്റി എന്തോ കണ്ടുപിടിച്ചിരിക്കുന്നു, അതിൻ്റെ ഒരു പോരാട്ടമായിരുന്നു. അത് ഒരു ഡിഫിക്കൽട്ട് ടൈം ആയിരുന്നു വാസ്തവത്തിൽ. ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇതിനൊരു അടുത്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇങ്ങനൊരു റെക്കമെൻഡേഷൻസ് വരികയോ ഒരു കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആക്ഷൻസിലേക്ക് കൂടി പോകണ്ടേ? ഉറപ്പായിട്ട് ആക്ഷൻസിലേക്ക് പോകണം. ഞങ്ങൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സെ കണ്ട് ഒരുമിച്ച് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇത് നോക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്നത്, ഇത് പല പല സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഇരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് മുമ്പോട്ട് അതിൻ്റെ ഒരു പടിപടിയായിട്ട് നമുക്ക് ഉറപ്പായിട്ട് ഈ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കാനുള്ള ഒരു ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ അടുത്ത വെല്ലുവിളി. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഇതൊന്ന് പുറത്തുവിടാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി പല പല ഘട്ടങ്ങൾ കടന്നു. അപ്പോൾ അത് അങ്ങനെ അങ്ങ് ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നു കരുതുന്നുണ്ടോ? എന്താണ് അതിലൊരു? ഒരിക്കലും ഈസി ഇല്ല. സ്ത്രീകളുടെ പോരാട്ടങ്ങൾ ഒരിക്കലും ഈസി അല്ല. ഇത് WCC മാത്രമല്ല, ഏത് പോരാട്ടമാണെങ്കിൽ സ്ത്രീകൾക്ക് എപ്പോഴും ഇത് ഒരു എന്നാ പറയുന്നത്, ഒരു സിസ്റ്റമിക് ഒരു പേട്രിയാർക്കി ഉണ്ടല്ലോ, അത് ഫേസ് ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഇത് ഒന്നും ചെയ്യണ്ട എന്ന് വിടാൻ പോകുന്നില്ല. വി ആർ ഗോയിങ് ടു വർക്ക് വിത്ത് ദ ഗവൺമെന്റ്, വർക്ക് വിത്ത് ദി ഇൻഡസ്ട്രി ടു മേക്ക് ഷുവർ ദാറ്റ് ദർ ആർ ചേഞ്ചസ്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമേ കടന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് കിടക്കുകയാണ്. അതായത് സ്ത്രീകൾ ഇങ്ങനെ ആക്രമിക്കപ്പെടരുത് എന്ന് ഉറപ്പുവരുത്താൻ, സ്ത്രീകൾ മാത്രമല്ല അവിടുത്തെ തൊഴിലാളികളാകെ അങ്ങനെ ഒരു ഫൈറ്റാണ്. അതന്നെ ഞങ്ങൾ നോക്കുന്ന. ഞങ്ങൾ തൊഴിലാളികളായി ഈ ഇൻഡസ്ട്രിയിൽ ഒത്തിരി സ്ത്രീകൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ കുറച്ച് ഡിഗ്നിറ്റിയും പ്രൊഫഷണൽ രീതിയിൽ ഒരു റെസ്പെക്ട് കൂടെ ജോലി ചെയ്യാൻ പറ്റണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ആദ്യത്തെ പടിയാണ് ഉറപ്പായിട്ട്. പക്ഷേ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് അത്ര നമുക്ക് നിസ്സാരമായിട്ട് ഇത് മാത്രം പോരാന്ന് വിചാരിക്കരുത്. കാര്യം ഇതിൻ്റെ ഒരുപാട് റിപ്പർക്കഷൻസ് ഉണ്ടാവും. ആൾക്കാർ ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു നെറ്റലുണ്ടാവും. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ബിഗ് സ്റ്റെപ്പ്. പക്ഷേ വി ഹാവ് ടു ടേക്ക് മോസ്റ്റ്. ഈ ഒരു കാര്യമുള്ളത്, സിനിമ ഈ അവസരങ്ങൾ വേണ്ടതാണ്. അപ്പം ഒരാൾ പുറത്ത് പറയുന്നവർക്ക് അവസരങ്ങൾ കുറയുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പരാതികളില്ലാത്തവരായിരിക്കില്ല പലപ്പോഴും സ്ത്രീകൾ, പക്ഷെ അവരങ്ങ് ഒതുക്കി അങ്ങ് പോവുകയാണ്. പക്ഷെ അതിനെ എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക? അത് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ഒരു സൊസൈറ്റിയുടെയും കൂടെ പ്രശ്നമാണ്. സ്ത്രീകളെ ഞങ്ങൾ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ കാണുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു വിചാരം ഇത് ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചാണ്. ഇതിൻ്റെ ബേസ്
ഇപ്പോൾ സ്ത്രീകൾക്ക് ആണുങ്ങളുടെ കൂടെ ജോലി ചെയ്ത് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും എന്നാണ് ഫസ്റ്റ് ഇത്. അത് ഞങ്ങൾ കുറേ ബോധവൽക്കരണം സിസ്റ്റംസ് ഇപ്പോൾ IC ആയാലും ഓഡിഷൻ രജിസ്ട്രേഷനും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ആളുകളൊന്ന് പേടിക്കും, അങ്ങനെ പഴയ പോലെ ഈസി ആവില്ല. ഒന്നുകൂടി ഒരു നോട്ടം വരുമ്പോൾ, ഇങ്ങനൊരു കാര്യം വരുമ്പോൾ കുറെ മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കുകയാണ് ഉറപ്പായിട്ട്. പേടി മാത്രം ഉണ്ടാവില്ല, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇത് ഞങ്ങൾ ഈ റിപ്പോർട്ട് വായിക്കുമ്പോഴേ നമുക്ക് ഒരു സാധാവും തോന്നുന്നുണ്ട്. ഇത്ര ഒരു ഇത് കുറേ സ്ത്രീകൾ ഇങ്ങനെ പറയുമ്പോഴേ ദർ ഈസ് എ ലോട്ട് ഓഫ് പെയിൻ ഓൾസോ ഇൻവോൾവ്. ഐ തിങ്ക് ആ നമ്മുടെ സൊസൈറ്റിക്ക്, എസ്പെഷ്യലി കേരള സൊസൈറ്റിക്ക് ആ പെയിൻ മനസ്സിലാവും. ആ പെയിനിൽ കൂടെ കുറെ വ്യത്യാസം വരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി, WCCക്ക് ഉള്ളിലെ ഒരു സ്ഥാപക അംഗത്തെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചതിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് അതിൽ തോന്നുന്നത്? അതൊരു ചതിയല്ല, അവരവരുടെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് ആരാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ അവർ അങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് അവരുടെ എക്സ്പീരിയൻസാണ്. എല്ലാവരുടെ എക്സ്പീരിയൻസ് ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് അത് ഒരു ചതിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല, അത് ഒരു വ്യൂ പോയിന്റ് ആയിട്ട് ഹേമ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. കൂടുതൽ സ്ത്രീകൾ ഇപ്പോൾ അമ്മയിലൊക്കെ ഉള്ളവരും കുറെ കൂടി ഇതിന്റെ ഒരു കോൺഫിഡൻസിൽ WCCയോടൊപ്പം കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതീക്ഷ കൂടി ഉണ്ടോ? WCC ഒരു എന്നാ പറയുന്നത്, ഒരു ക്ലബ്ബല്ല കേട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ അത് പറയട്ടെ, അത് ഒരു ക്ലബ്ബല്ല, അത് ഒരു ആശയ്ക്ക് മേലാണ് ഞങ്ങൾ ഒരു ആശയ്ക്ക് മേലാണ് ഞങ്ങൾ എല്ലാവരും കൂടി നിൽക്കുന്നത്. അത് എല്ലാവരും കൂടെ സ്ത്രീകൾ എവിടെ ആയാലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമ്മുടെ ഈ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് കുറച്ചുകൂടെ ഉണ്ടാവുന്ന അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ബേസ് ഉണ്ടല്ലോ. ഒരു കാര്യം കൂടി, ഇത് കേരളം എന്നുള്ള ഒരു സ്ഥലത്ത് മാത്രമല്ല ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാരും നിൽക്കുന്നത്. കേരളത്തിന്റെ മാത്രം ഒരു പ്രശ്നമായും കരുതാൻ കഴിയില്ല. ഇതങ്ങനെ കേരള സർക്കാർ മാത്രം എന്നുള്ളതും അല്ല. അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിൽ ഇനിയൊരു ഒരു വലിയൊരു ഇതുണ്ടല്ലോ, ഏരിയ ഉണ്ടല്ലോ. അല്ല, ഇത് ഒരു റിപ്പിൾ എഫക്റ്റ് ഉണ്ടാവും. കേരളത്തിൽ തുടങ്ങുന്ന കേരളത്തിന് ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമുണ്ടാവും. ഇത് കേരളത്തിൽ തുടങ്ങിയാൽ ഇതെല്ലായിടത്ത് അതിൻ്റെ എഫക്ട്സ് കാണും. കാര്യം ഈ സ്ത്രീകൾ തന്നെ മലയാളം സിനിമയിൽ മാത്രമല്ല പല ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ റൈറ്റ്സ് അവിടെ അവർ ഉറപ്പിക്കുകയാണെങ്കിൽ അതും ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ദിസ് റിപ്പോർട്ട് ഹാസ് കോൺസിക്വൻസസ് നോട്ട് ഓൺലി ഫോർ ദ മലയാളം ഇൻഡസ്ട്രി. പക്ഷേ നമുക്ക് അഭിമാനത്തോട് പറയാം, ഇത് ഇവിടെ തുടങ്ങിയെന്ന്. കേരള ഇപ്പോൾ മലയാളം സിനിമ ഇത്രേ ഒരു ഹൈറ്റിൽ നിൽക്കുമ്പോഴേ ഇപ്പോൾ എവിടെ പോയാൽ മലയാളം സിനിമയെ പറ്റി ചർച്ച. പക്ഷേ ഇതും കൂടെ വന്നാൽ മലയാളം സിനിമയൊക്കെ കുറച്ചുകൂടെ മേനി വരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതൊരു വലിയ ഫൈറ്റാണ്. ആരും അങ്ങനെ ഒപ്പമൊന്നും നിൽക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊന്നും വേണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ, അതോ എന്താണ്? വേണ്ടാന്ന് തോന്നിയിട്ടില്ല. പല ആൾക്കാർക്ക് സംശയങ്ങൾ, പേടി, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. വി ഹാവ് ഓൾ ഗോൺ ത്രൂ ദോസ് ഫേസസ്. കാര്യം ഇത് ചിലപ്പം ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് നിഷേധിച്ചിട്ടുണ്ട്. അതൊക്കെ വരുമ്പോഴേ നമുക്ക് ഉറപ്പായിട്ട് ഒരു ഡിസ്കറേജ്മെന്റ്. പക്ഷെ ഇതിൻ്റെ മൂല സാധനമുണ്ടല്ലോ, ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു മൂല സാധനം, അത് നമുക്ക് ആർക്കും മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വി ഗോ ടുഗെദർ. ഈ അവസരം നഷ്ടപ്പെട്ടവരുണ്ട്, അതൊരു മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അവർക്ക് ഇനിയെങ്കിലും കഴിവുള്ളവരാണ് പലരും. എന്താണത്? അത് പറയാൻ പറ്റത്തില്ല. ഇത് ഇൻഡസ്ട്രി ഇത് ഉൾക്കൊള്ളണം, അത് മനസ്സിലാക്കി അതെങ്ങനെയാ ഇത് ഒന്ന് റിസോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് കാണാം, അല്ലാതെ ഇതൊരു ശത്രുതയുടെയോ ഫൈറ്റിന്റെയോ. ഉറപ്പായിട്ടും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു യുദ്ധമല്ല, ഇത് ഒരുമിച്ച് പോയി ഒരു മാറ്റത്തിന്റെ പടിയാന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തായാലും ബീന പോളും WCC ഒക്കെ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.